ഈ വർഷത്തെ ഹജ്ജ് സീസണിന് മുന്നോടിയായി മക്കയിൽ സുരക്ഷയും നിയന്ത്രണങ്ങളും കർശനമാക്കി സൗദി ആഭ്യന്തര മന്ത്രാലയം. തീർത്ഥാടകരുടെ സുരക്ഷയും സൗകര്യവും ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ഔദ്യോഗിക അനുമതി പത്രമില്ലാതെ മക്കയിലേക്ക് പ്രവേശിക്കുന്നതിനും പൂർണ്ണ വിലക്കേർപ്പെടുത്തി. ഏപ്രിൽ 13 തിങ്കളാഴ്ച പുലർച്ചെ മുതലാണ് ഈ നിയമം പ്രാബല്യത്തിൽ വന്നത്. ഹജ്ജ് അനുമതി പത്രമില്ലാത്ത വിദേശികൾക്ക് ഇനി മക്കയിലേക്ക് പ്രവേശനം അനുവദിക്കില്ല. മക്കയിൽ നിന്നുള്ള ഇഖാമയുള്ളവർ, ഹജ്ജ് പെർമിറ്റ് നേടിയവർ, കൂടാതെ വിശുദ്ധ നഗരങ്ങളിൽ ജോലി ചെയ്യുന്നതിനായി അബ്ഷീർ അല്ലെങ്കിൽ മുഖീം പ്ലാറ്റ്ഫോം വഴി ഇലക്ട്രോണിക് വർക്ക് പെർമിറ്റ് കരസ്ഥമാക്കിയവർ എന്നിവർക്ക് മാത്രമായിരിക്കും പ്രവേശനാനുമതി. ഉംറ വിസക്കാർക്കും സന്ദർശകർക്കും നിയന്ത്രണങ്ങൾ ബാധകമാണ്. നിലവിൽ ഉംറ വിസയിലെത്തിയ തീർത്ഥാടകർ ഏപ്രിൽ 18-നകം രാജ്യം വിടേണ്ടതുണ്ട്. കൂടാതെ സ്വദേശികൾക്കും പ്രവാസികൾക്കുമായി നുസൂക്ക് ആപ്പ് വഴി നൽകി വരുന്ന ഉംറ പെർമിറ്റുകൾ ഏപ്രിൽ 18 മുതൽ മെയ് 31 വരെ താൽക്കാലികമായി നിർത്തിവെച്ചു. ഏപ്രിൽ 18 മുതൽ ഹജ്ജ് വിസയിലുള്ളവർക്ക് മാത്രമേ മക്കയിൽ തുടരാനോ പ്രവേശിക്കാനോ അനുമതി ഉണ്ടാവുകയുള്ളൂ. നിയമലംഘകർക്കെതിരെയും അനുമതി പത്രമില്ലാത്തവരെ താമസിപ്പിക്കുന്നവർക്കെതിരെയും കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഔദ്യോഗിക തീർത്ഥാടകർ എത്തിത്തുടങ്ങുന്നതോടെ വരും ദിവസങ്ങളിൽ നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കാനാണ് സുരക്ഷാ വകുപ്പിന്റെ തീരുമാനം. വിജയ് ഫുഡ്സ്, പേര് മാറാത്ത പെരുമ മാറാത്ത പാരമ്പര്യം.